നമസ്തേ. ജയ്തു സനാതനം. 10 വർഷം അതും സൗജന്യമായിട്ട് UPSCക്ക് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചറൽ ആൻഡ് സയൻറ്റിഫിക് റിസർച്ച് തൃശ്ശൂർ കഴിഞ്ഞ 7ഓളം വർഷമായി തൃശ്ശൂരിൻ്റെ അക്കാഡമിക്കൽ രംഗത്ത് വലിയ മാതൃകകൾ കാണിച്ച് വച്ചിരിക്കുകയാണ്. ഞാൻ ഡോക്ടർ മനോജ് ദത്തൻ, സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചറൽ ആൻഡ് സയൻറ്റിഫിക് റിസർച്ച് തൃശ്ശൂരിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് കഴിഞ്ഞ 7ഓളം വർഷമായി തൃശ്ശൂരിൻ്റെ അക്കാഡമിക്കൽ രംഗത്ത് അതുല്യമായ കാഴ്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷം നീണ്ടു നിൽക്കുന്ന സിവിൽ സർവീസ് കോച്ചിങ് ക്ലാസ്സായിട്ടുള്ള സ്വാധ്യായ അതിൻ്റെ 5ാമത്തെ ബാച്ചിലേക്കുള്ള കാര്യങ്ങളുടെ വിവരങ്ങളാണ് ഇന്ന് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം 4ാമത്തെ ബാച്ച് വിളിച്ചിരുന്നു. അതിൻ്റെ പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ ഇവ 3ഉം കഴിഞ്ഞ് 100 വിദ്യാർത്ഥികളെ ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നു. അവർ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് സ്വാധ്യായ ഇപ്രാവശ്യം വിളിച്ചിരിക്കുന്നത്. 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഈ പരീക്ഷയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ആകെ 200 കുട്ടികൾക്കാണ് നമ്മൾ അവസരം നൽകുന്നത്. അതിൽ 150 കുട്ടികൾക്ക് സ്കോളർഷിപ്പോട് കൂടിയിട്ടും ബാക്കി വരുന്ന 50 കുട്ടികൾക്ക് അക്കാഡമിക്കലി നമ്മൾ എൻട്രൻസ് നടത്തും. ആ എൻട്രൻസിൽ 50 കുട്ടികൾക്ക് പൂർണ്ണമായി ഫീസ് അടച്ചിട്ടും തന്നെയാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. 1 മുതൽ 25 വരെയുള്ള കുട്ടികൾ പരീക്ഷയിൽ ജയിക്കുകയാണെങ്കിൽ അവർക്ക് 1 മുതൽ 25 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് യാതൊരു ഫീസും തന്നെ അടയ്ക്കേണ്ടതില്ല. 26 മുതൽ 150 വരെയുള്ള റാങ്കുള്ള കുട്ടികൾ ആകെ ഫീസിൻ്റെ 1/3 മാത്രം അടച്ചാൽ മതിയാവും. ബാക്കി 151 മുതൽ 200 വരെയുള്ള കുട്ടികൾ ഫുൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ പോകുന്നത്. 1 മുതൽ 25 വരെയുള്ള കുട്ടികൾ ഒരു തരത്തിലുള്ള ഫീസും വേണ്ട എന്ന് പറയണ്ടായി. അവർ സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടെ ക്ലാസ്സുകൾ ഉൾപ്പെടെ എല്ലാം 10 വർഷത്തേക്ക് സൗജന്യമാണ്. ബാക്കി 26 മുതൽ 150 വരെയുള്ള കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് ഒറ്റത്തവണയായോ അല്ലെങ്കിൽ 2ഓ 3ഓ തവണയായിട്ടോ അതല്ലെങ്കിൽ 4 മുതൽ 5 വർഷം വരെയുള്ള ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടോ അവർക്ക് അടയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നത് കേവലം UPSCൻ്റെ പരീക്ഷയ്ക്ക് മാത്രമായിട്ടല്ല, മറ്റ് പരീക്ഷകൾക്ക് ശ്രേഷ്ഠ പോലെയുള്ള CUT പോലെയുള്ള NMS പോലെയുള്ള പലതരം സ്കോളർഷിപ്പ് എക്സാമുകൾക്ക്, SSC പോലെയുള്ള CGL പോലെയുള്ള RB പോലെയുള്ള പലതരം മത്സര പരീക്ഷകൾക്ക് എല്ലാത്തിലും പോയിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു കുട്ടിയെ ഞങ്ങൾ എടുക്കുന്ന സമയത്ത് വെൻ ദേ ആർ ക്വാളിഫയിങ് എനി എക്സാമിനേഷൻ, അതായത് ആ കുട്ടി അവൻ്റെ കുടുംബത്തിലേക്ക് ഒരു 10 രൂപ ബ്രെഡ് മേക്കറായിട്ട് വരാനായിട്ട് തുടങ്ങുമ്പോൾ അവൻ ഒരു പൊസിഷനിൽ എത്തുന്നത് വരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഏകദേശം 4800-ലധികം കുട്ടികൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു 26 മുതൽ 150 വരെ റാങ്ക് നേടുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ആകെയുള്ള ഫീസിൻ്റെ 1/3 മാത്രം അടച്ചാൽ മതിയെന്ന്. എങ്കിൽ അതും അടയ്ക്കാൻ സാധിക്കാത്ത പല വിദ്യാർത്ഥികളും, സാധാരണക്കാരൻ്റെ മക്കൾ, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മക്കൾ, കൂലിപ്പണിക്കാരൻ്റെ മക്കൾ, ഇത്തരത്തിൽ അക്കാഡമിക്കലി സ്ട്രോങ് ആയി നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ട്രസ്റ്റിനെ അറിയിക്കുകയാണെങ്കിൽ ട്രസ്റ്റ് നിർദ്ദേശിക്കുന്ന തരത്തിൽ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഇളവുകൾ നമ്മുടെ സ്കോളർഷിപ്പ് മുഖേന ചെയ്തു കൊടുക്കും. അത് ഈ പറയുന്ന 6 മുതൽ 150 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും. 151 മുതൽ 200 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമായിരിക്കില്ല. അത്തരത്തിൽ കുട്ടികൾ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ട്രസ്റ്റിനെ അവരുടെ സാമ്പത്തിക പരാധീനത ബോധ്യപ്പെടുത്തുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്ത് നൽകാനായിട്ട് ഞങ്ങളിവിടെ പൂർണ്ണമായിട്ട് സജ്ജരായിട്ടിരിക്കുകയാണ്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എൻട്രൻസിൻ്റെ ഡേറ്റുകളാണ്. എൻട്രൻസ് പരീക്ഷ ഉണ്ടാവും. ഈ എൻട്രൻസ് പരീക്ഷ ആദ്യം പ്രിലിംസ് ഉണ്ടാവും. പ്രിലിംസ് നടക്കാൻ പോകുന്നത് ജൂൺ 28, 2026 അതിനാണ് പ്രിലിംസ് പരീക്ഷ. ജൂൺ 30, 2026 മെയിൻസ് പരീക്ഷ ഉണ്ടാവുക. അതിനുശേഷം ജൂലൈ 2, 2026 ഇൻ്റർവ്യൂ ഉണ്ടാവും. ജൂലൈ 5, 2026 നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അത് ഓൺലൈനായിട്ടും അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും അതുപോലെ ഓഫീസിൽ നിന്ന് നേരിട്ടും എല്ലാം നിങ്ങളുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഈ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം ജൂലൈ 24, 2026 നമ്മുടെ 5ാമത്തെ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഇത്തരത്തിലാണ് നമ്മുടെ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും.